ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്, ഇന്ന് ഫുൾ മൂണാണ്. 2026 ആദ്യത്തെ ഫുൾ മൂണാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. നമുക്ക് നോക്കാം ഈ ഒരു സമയം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നോക്കാം. 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും സന്തോഷിച്ചതുമായിട്ടുള്ള കുറേ എക്സ്പീരിയൻസ്, കുറേ കാര്യങ്ങൾ, അത് വിട്ട് നിങ്ങളുടെ ആ ഒരു അനുഭവമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കുറേ കാര്യങ്ങൾ, നിങ്ങൾ അത് ഒരിക്കലും വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾ, ആ കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഇമോഷൻസ് ആണ് എന്നുള്ളതാണ്. നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന, നിങ്ങളെ അവിടെ നിന്ന് മാറിപ്പോകാൻ അനുവദിക്കാത്ത കുറേ ഇമോഷൻസ് നിങ്ങൾക്ക് സ്റ്റിൽ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൽ നിന്നും ഉള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ കാണുന്നത്. അങ്ങനെ അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ആകണം. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം നമ്മളെ, പക്ഷെ അത് സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം. അതല്ലാതെ അതുകൊണ്ട് നമുക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു കെട്ടുപാടിൽ കിടക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കതുകൊണ്ട് ചിലപ്പോൾ വലിയ ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാകണം എന്നില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇതിലും അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് റിയലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നു. കാരണം വളരെ കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ദൈവം ശരിക്കും നല്ല അനുഗ്രഹങ്ങൾ തരുന്നൊരു സമയമാണ്. ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ സമ്പാദിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്, അച്ചീവ് ചെയ്യാൻ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. കൂടുതലും നിങ്ങൾ ഫിനാൻസിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ട്, നല്ല വീട് വേണം, നല്ല വണ്ടി വേണം, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടണം. അപ്പം അങ്ങനെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ തരത്തിലൊന്ന് ചേഞ്ച് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക. അത് ശരിക്കും നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ ചോയ്സസ് ഉണ്ട്. നിങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. നിങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, എന്ത് എടുക്കണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ കൃത്യമായിട്ടുള്ള ചോയ്സ്, നന്നായിട്ട് പ്രാർത്ഥിച്ച് മാത്രം ഈ കാര്യങ്ങൾക്കുള്ള തീരുമാനം എടുക്കുക. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പകച്ചു നിൽക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ പൊതുവേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഈ ഒരു മൂണിൻ്റെ അല്ലെങ്കിൽ ഫുൾ മൂണിൻ്റെ അല്ലെങ്കിൽ ന്യൂ മൂണിൻ്റെ ഒക്കെ സമയത്ത്. അറിയാമല്ലോ, പൊതുവേ ഒരു കൺഫ്യൂഷനാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. ചിലപ്പോൾ നെഗറ്റീവ് എനർജി എല്ലാം നമ്മളിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് വന്നേക്കാം. കൺഫ്യൂഷൻ വന്നേക്കാം, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഇതൊക്കെയും
ഇതൊക്കെയും മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകണം. അതിന് കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകൾ വേണം എന്നുള്ളതാണ്. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാർ നിങ്ങൾ പാസ്റ്റിൽ വിട്ടിട്ട് പോയ ചില സ്ഥലങ്ങളിലേക്ക് വീണ്ടും നിങ്ങൾ ഒരു റീകണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വീണ്ടും പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർ വീണ്ടും നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പാസ്റ്റിലെ ഓർമ്മകളിൽ നിങ്ങളിങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, ചിലപ്പോൾ നിങ്ങളെ കുറേ വേദനിപ്പിച്ച, കുറേ പാഠങ്ങൾ പഠിപ്പിച്ച, കുറേ തിരിച്ചറിവുകൾ സമ്മാനിച്ച ഏതെങ്കിലും വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതും ആകാം. ഇതിലൊരു ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും നമ്മളെ വേറെ എന്തെങ്കിലും ശക്തികൾ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും പ്രലോഭനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും തരുന്നുണ്ടോ ആരെങ്കിലും, ചില വ്യക്തികളോ സാഹചര്യങ്ങളോ നമ്മളെ പ്രലോഭിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ പ്രലോഭനങ്ങൾ നമ്മുടെ മുന്നിലോട്ടുള്ള നല്ല ജീവിതത്തിന് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് റീതിങ്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണോ? ചില റിലേഷൻഷിപ്പിൽ നമ്മൾ പെട്ടുപോയി കിടക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള ഒരു കാര്യങ്ങളും കാണാൻ പറ്റാതാവും. കാരണം ഇതിനകത്തൊരു ഡബിൾ എനർജിയാണ് ഉള്ളത്. ചില സുഖങ്ങളും സന്തോഷങ്ങളും നമ്മളെ ആ ഒരു ഇതിലോട്ട് തന്നെ ശരിക്കും കണക്ട് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ട് പോകാൻ ബ്ലോക്ക് ചെയ്യുന്ന, എന്നാൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശരിക്കും ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചിന്തിക്കുക. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയം ആവശ്യമുണ്ടോ? ചിലപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ തേർഡ് പാർട്ടി സംബന്ധമായ കുറേ എന്തെങ്കിലും ഇഷ്യൂസിൽ ചിലപ്പോൾ കുറേ നെഗറ്റീവ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം. പക്ഷേ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനാണ്. നിങ്ങൾക്കറിയാം ഇത് മറ്റാരോ നിങ്ങളെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾ എത്ര വിചാരിച്ചിട്ടും ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കില്ല. ബന്ധങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജി വന്നു എന്ന് ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കിടക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ മറ്റുള്ളവർ തരുന്ന സന്തോഷവും സമാധാനവും ഒക്കെ നൈമിഷികമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം അതൊന്നും ശാശ്വതമല്ല. നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ മറ്റൊരു വ്യക്തിയിലും ഒരു സന്തോഷവും കണ്ടെത്താൻ ശ്രമിച്ചാൽ അവർക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ അപേക്ഷിച്ച് വേറെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ വീണ്ടും നമുക്ക് ഉണ്ടാകുന്നത് ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ തന്നെ നിങ്ങളുടെ കഴിവുകളിലും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. നോക്കാം, കാർഡ് കൂടി എടുക്കാം. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്കതിൻ്റെ മൂല്യം മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ, അത് നിങ്ങൾക്കുള്ള ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരമായിരിക്കാം, നിങ്ങളുടെ പൊസിഷനായിരിക്കാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ നിങ്ങളത് എത്രമാത്രം യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളൊന്നും നിങ്ങൾ വേണ്ടത്ര യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും ജീവിതത്തെ വളരെ ഭാഗ്യമായിട്ട് കരുതുക. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ജന്മം ഒരു ഭാഗ്യമായിട്ട് കരുതി നിങ്ങൾ മുന്നോട്ട് പോവുക. 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം ശരിക്കും വിക്ടറി വരുന്നൊരു സമയമാണ്, സക്സസ് ഉണ്ടാകുന്നൊരു സമയമാണ്. മറ്റുള്ളവർ ശരിക്കും നിങ്ങളെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ നന്മകളിൽ എപ്പോഴും നിങ്ങൾ ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും. അപ്പോൾ അത് വിശ്വസിക്കുക. ദൈവത്തോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.